നമസ്കാരം. 24 ഫിലിം മീഡിയയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങളുടെ വീട്ടിൽ അടുക്കളയിൽ വെച്ചിരിക്കുന്ന കടുക് പാത്രത്തിന്റെ അടിയിൽ ഒരു 5 രൂപ നാണയം ഞാൻ ഈ പറയുന്ന രീതിയിൽ പൂജിച്ചു വെക്കണേ. 5 രൂപ നാണയം കടുക് പാത്രത്തിന്റെ അടിയിൽ ഇത്തരത്തിൽ വെക്കുക വഴി നമ്മുടെ ജീവിതത്തിലെ നമ്മളുടെ വീട്ടിലെ എല്ലാ സാമ്പത്തിക ദോഷങ്ങളും അത് ഇല്ലാതാക്കും. പണത്തിനെ മുടക്കുന്ന എല്ലാ കാര്യങ്ങളും അത് ഒഴിവാക്കി നമ്മുടെ വീട്ടിലേക്ക് സമ്പത്തും ധനവും ആകർഷിച്ചു കൊണ്ടുവരുന്നതാണ്. ഈ ഒരു രീതിയിൽ നമ്മൾ വിത്തുപാകൽ എന്നാണ് പറയുന്നത്. ധനത്തിന്റെ വിത്തുപാകുന്ന രീതി എന്നാണ് പറയുന്നത്. ധനത്തിന്റെ വിത്തേശ്വരനായ കുബേരനെ ആകർഷിച്ച് വീട്ടിൽ കുടിയിരുത്തുന്ന ഒരു രീതിയാണ് ഈ രീതി എന്ന് പറയുന്നത്. ഒരുപാട് ആളുകൾ അവരുടെ വീട്ടിൽ കടുക് പാത്രത്തിൽ ഇത്തരത്തിൽ 5 രൂപ സൂക്ഷിക്കാറുണ്ട്. അവരുടെയൊക്കെ ജീവിതത്തിൽ അതിൻ്റെതായ ഉയർച്ചയും ഐശ്വര്യവും കിട്ടുന്നുമുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അനുഭവത്തിന്റെയും കൂടെ പശ്ചാത്തലത്തിലാണ് ഞാൻ ഈ ഒരു കാര്യം നിങ്ങളോട് പറയുന്നത്. ഞാൻ ഉൾപ്പെടെയുള്ള ആളുകൾ ഞങ്ങൾ ഇത് കുറെ കാലമായി മുന്നേ ഇത് പിന്തുടരുന്നു. അപ്പോൾ ഞങ്ങൾക്കൊക്കെ അതിൻ്റെതായ ഐശ്വര്യമുണ്ട്. ഞങ്ങളുടെ ഒക്കെ കുടുംബത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ഇത്തരത്തിൽ 5 രൂപ കടുക് പാത്രത്തിൽ കാണുവാൻ സാധിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു തരാം എങ്ങനെയാണ് ധനത്തിന്റെ ഈ ഒരു വിത്ത് പാകേണ്ടത്, 5 രൂപ എങ്ങനെയാണ് കടുകിൽ സൂക്ഷിക്കേണ്ടത് എന്നുള്ളത്. ഓരോ സ്റ്റെപ്പായിട്ട് വീഡിയോ കാണുന്നവർ ധനപരമായിട്ട് ഉയരണമെന്ന് ആഗ്രഹിക്കുന്നവർ തീർച്ചയായിട്ടും കാര്യമൊന്നുമില്ല. ഒരു 5 രൂപ നിങ്ങളുടെ കടുക് പാത്രത്തിൽ ഇത്തരത്തിൽ ഇട്ടുവെക്കുക. എല്ലാ ദോഷങ്ങളും തീർന്ന് ഈശ്വരൻ നിങ്ങളെ കൈപിടിച്ചു ഉയർത്തും. കുബേരന്റെ അനുഗ്രഹത്താൽ സകല ഭാഗ്യങ്ങളും നിങ്ങളെ തേടി എത്തുന്നതുമായിരിക്കും. അപ്പോൾ ആദ്യമായിട്ട് ആവശ്യമുള്ളത് എന്ന് പറയുന്നത് നിങ്ങളുടെ വീട്ടിലിരിക്കുന്ന കടുക് പാത്രം തന്നെയാണ്. ഉണ്ടാകുമല്ലോ ഇട്ടുവെക്കുന്നത്, അത് എല്ലാവരുടെ വീട്ടിലും ഉണ്ടാകുമല്ലോ. അത് പൊട്ടാത്തതും അല്ലെങ്കിൽ കേടുവരാത്തതുമായിട്ടുള്ള ഒരു നല്ല പാത്രമായിരിക്കണം. എപ്പോഴും വക്ക് പൊട്ടിയതോ അടപ്പ് നഷ്ടപ്പെട്ടതോ ആയിട്ടുള്ള മൂടിയില്ലാത്ത ഒന്നും ആയിട്ടുള്ള ഒരു പാത്രമാകരുത്. നല്ലൊരു കടുക് പാത്രമായിരിക്കണം എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ ഇരിക്കുന്ന കടുക് ഇട്ടുവെക്കുന്ന കുപ്പിയാണ് ഒന്നാമതായിട്ട് വേണ്ടത്. അത് ഈ കർമ്മം ചെയ്യുന്നതിന് മുൻപ് ഒന്ന് കഴുകി തുടച്ച് വൃത്തിയാക്കി കടുക് നിറച്ചെടുക്കാവുന്നുണ്ടെങ്കിൽ അതായത് ഏറ്റവും നല്ലത് എന്ന് പറയുന്നത്. അപ്പോൾ കടുക് നിറച്ചു വെച്ചിരിക്കുന്ന ഒരു കടുക് പാത്രമാണ് ഒന്നാമതായിട്ട്. ഈ കടുക് ഇട്ട് വെച്ചിരിക്കുന്ന കുപ്പിയോ പാത്രമോ ആണ് ഇതിന് വേണ്ടത്. അപ്പോൾ രണ്ടാമതായിട്ട് വേണ്ടത് നല്ല വെള്ള പേപ്പറാണ്. ഒരു വെള്ള പേപ്പർ ഇതിനു വേണ്ടിയിട്ട് എടുക്കുക. വെള്ള പേപ്പർ എന്ന് പറയുമ്പോൾ ഒരു നാണയത്തെ പൊതിയാൻ പാകത്തിലുള്ള മറ്റൊന്നും എഴുതാത്ത നല്ലൊരു പ്ലെയിൻ ആയിട്ടുള്ള വെള്ള പേപ്പർ, നല്ല വൃത്തിയായിട്ടുള്ള ഒരു വെള്ളത്തിൽ പേപ്പർ, ചെറിയ A4 ഷീറ്റ് പേപ്പർ, നല്ല വൃത്തിയായിട്ടുള്ള വെള്ള പേപ്പർ, നല്ല A4 ഷീറ്റിൽ നിന്നൊക്കെ കട്ട് ചെയ്തെടുത്താൽ മതി. അല്ലെങ്കിൽ ഒരു നോട്ട് ബുക്കിലെ ഒരു നല്ലൊരു പേപ്പർ വൃത്തിയുള്ളത് നോക്കി കീറിയെടുത്താലും മതി എന്നുള്ളതാണ്. അപ്പോൾ ഒരു പേപ്പർ വേണം. മൂന്നാമത്തേത് എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞല്ലോ 5 രൂപ നാണയം വേണം. ഇതിനു വേണ്ടിയിട്ട് എടുക്കണം. എന്താ കാര്യം എന്ന് ചോദിച്ചാൽ 5 എന്ന് പറയുന്നത് കുബേര സംഖ്യയാണ്. ഭഗവാനുമായിട്ട് ബന്ധപ്പെട്ട സംഖ്യയാണ് 5 എന്ന് പറയുന്ന സംഖ്യ. അപ്പോൾ 5 രൂപ നാണയം നിർബന്ധമായിട്ടും ഇങ്ങനെ എടുക്കണം എന്നുള്ളതാണ്. മറ്റു നാണയങ്ങൾ 1 രൂപയോ 10 രൂപയോ നാണയം ഇതിന് ചെയ്യാൻ എടുക്കാൻ പാടില്ല. 5 ദേശത്തൊക്കെ കഴിയുന്നവരുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ആ രാജ്യത്തെ 5 രൂപ അല്ലെങ്കിൽ 5ന്റെ നാണയം ഏതാണോ വരുന്നത് ആ 5ന്റെ നാണയം നിങ്ങൾ ഈ ഒരു കർമ്മത്തിന് വേണ്ടിയിട്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ അവിടുത്തെ നാണയം എന്ന് പറയുമ്പോൾ ഒരു രൂപ ആവണം എന്നില്ല. അപ്പോ മറ്റു രാജ്യത്തിൽ നിന്നൊക്കെ നമുക്ക് ഒരുപാട് പ്രേക്ഷകർ കാണുന്നുണ്ട്. അങ്ങനെ ചെയ്യുവാൻ ആഗ്രഹിക്കുന്ന ആളുകളൊക്കെ 5ന്റെ അവിടുത്തെ നാണയം ഏതാണോ അതെടുത്താൽ മതി എന്നുള്ളതാണ്. അപ്പോൾ ഇതാണ് ആവശ്യമുള്ള കാര്യങ്ങൾ. അപ്പോൾ ഒരു വെള്ള പേപ്പർ വേണം. ഒരു 5 രൂപ നാണയം, നല്ല വൃത്തിയായിട്ടുള്ള ഒരു നാണയം, അത് എടുക്കുന്ന സമയത്ത് കഴുകി വൃത്തിയാക്കി എടുക്കണം കേട്ടോ. ഒരു തുളസിക്കതിലിട്ട് തുളസി തീർത്ഥത്തിൽ കഴുകി എടുക്കാന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ലതാണ്. ഈ നാണയം എന്നൊക്കെ പറയുമ്പോൾ ഒരുപാട് അശുദ്ധികളൊക്കെ ഉള്ളതായിരിക്കും. കൈമാറി നമ്മളുടെ കയ്യിൽ എത്തപ്പെടുന്നതാണ്. ഒരുപാട് കൈമറിഞ്ഞാണ് നമ്മുടെ കൈകളിലൊക്കെ ഇത് എത്താറുള്ളത്. അതുകൊണ്ട് തന്നെ അത് കൊണ്ടുവന്ന് 5 രൂപ നാണയം നമ്മൾ പൂജിക്കാനായിട്ടൊക്കെ എടുക്കുന്ന സമയത്ത് നല്ലോണം തുളസി കതിരിട്ട് തുളസി വെള്ളത്തിൽ നല്ലോണം തുളസി തീർത്ഥത്തിൽ വൃത്തിയാക്കി കഴുകിയെടുക്കുക. അങ്ങനെ കഴുകിയെടുത്ത് ശുദ്ധിയായി തുടച്ച് വൃത്തിയാക്കുന്ന ആ 5 രൂപ നാണയം, ആ ഒരു വെള്ള പേപ്പർ, അതിൽ അങ്ങനെ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ആ 5 രൂപ നാണയം, പിന്നെ വെള്ള പേപ്പർ, പിന്നെ അതിമനോഹരമായിട്ടുള്ള നല്ല വൃത്തിയായിട്ടുള്ള ആ കടുക് പാത്രം, ഈ 3 കാര്യങ്ങൾ മതി ഈ കർമ്മം ചെയ്യാൻ എന്ന് പറയുന്നത്. ഇത് ചെയ്യാൻ ഏറ്റവും നല്ലത് എന്ന് പറയുന്നത് ചൊവ്വ ദിവസം നല്ലതാണ്, വെള്ളി ദിവസം നല്ലതാണ്. പൗർണമി കലണ്ടറിൽ എന്നാണ് വരുന്നത് എന്ന്
നോക്കിയാൽ പൗർണമി നല്ല ദിവസമാണ്. 30 വെള്ളിയാഴ്ച ചെയ്യുവാൻ ഏറ്റവും ഉചിതമായിട്ടുള്ള ദിവസമാണ്. അങ്ങനെയുള്ള ദിവസങ്ങളിലൊക്കെയാണ് ഈ ഒരു കാര്യം ചെയ്യാനായിട്ട് ഏറ്റവും നല്ലത്. ഭഗവതി ശക്തി, മഹാലക്ഷ്മി ശക്തി ഏറ്റവും തുടിച്ചു നിൽക്കുന്ന ദിവസങ്ങളാണ് ഈ ദിവസങ്ങളൊക്കെ. അതുകൊണ്ട് തന്നെ ചൊവ്വ, വെള്ളി, പൗർണമി, 30 വെള്ളി ഇങ്ങനെയുള്ള ഏതെങ്കിലും ഒരു ദിവസം തിരഞ്ഞെടുക്കുക. അപ്പോൾ ഈ ഒരു കർമ്മം ചെയ്യുക എന്ന് പറയുമ്പോൾ ഇതിൽ നമ്മൾ സങ്കല്പിക്കുന്നത് മഹാലക്ഷ്മിയെയും കുബേരനെയുമാണ്. മഹാലക്ഷ്മിയെയും കുബേര ഭഗവാനെയും സങ്കല്പിച്ചുകൊണ്ട് നമ്മൾ ചെയ്യുന്നത്, സങ്കല്പിച്ചുകൊണ്ടാണ് നമ്മൾ ഈ ഒരു കർമ്മം ചെയ്യുന്നത്. കുബേരൻ എന്ന് പറയുമ്പോൾ ധനത്തിന്റെയും സമ്പത്തിന്റെയും എല്ലാം ഈശ്വരനാണ് കുബേരൻ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ മഹാലക്ഷ്മി എന്ന് പറയുന്നത് ഈ സമ്പത്തിന്റെയും ഐശ്വര്യത്തിന്റെയും സമൃദ്ധിയുടെയും വിജയത്തിന്റെയും സൗഭാഗ്യത്തിന്റെയും എല്ലാം ദേവതയാണ്. ഈ രണ്ട് ദേവതമാരെയും നമ്മൾ ഒരിടത്തേക്ക് കൊണ്ടുവന്ന് മൊത്തത്തിൽ നമ്മൾ ധനത്തിനെ ആകർഷിക്കുകയാണ് ഇപ്പോൾ ചെയ്യുന്നത്. സന്ധ്യ കഴിഞ്ഞിട്ട് വേണം ഈ കർമ്മം ചെയ്യുവാനായിട്ട്. ഇപ്പോൾ ഞാൻ ഈ പറഞ്ഞ ചൊവ്വ, വെള്ളി, പൗർണമി, 30 വെള്ളി ഇതിൽ ഏതെങ്കിലും ഒരു ദിവസം തിരഞ്ഞെടുത്ത് സന്ധ്യ കഴിഞ്ഞിട്ട് വേണം, ഇരുട്ട് വ്യാപിച്ചിട്ട് വേണം ഈ ഒരു കാര്യം ചെയ്യുവാനായിട്ട്. അഗ്നി സാക്ഷിയായിട്ട് വേണം ചെയ്യാനുള്ളതാണ്. അഗ്നി സാക്ഷിയായിട്ട് വേണം ചെയ്യാൻ. അഗ്നി സാക്ഷിയായി എന്ന് പറയുമ്പോൾ ഒന്നുകിൽ നിലവിളക്ക് കത്തിച്ചു വെച്ചിട്ട് ആ നിലവിളക്കിന്റെ മുമ്പിലിരുന്ന് വീട്ടിൽ വിളക്ക് കത്തിക്കുന്ന ശീലം ഉള്ളവരാണ് ഭൂരിഭാഗം ആളുകളും. ദിവസവും നിലവിളക്ക് കത്തിക്കുന്നവരാണ് എന്നുണ്ടെങ്കിൽ വിളക്ക് കത്തിച്ച് ആ വിളക്കിന്റെ മുന്നിലിരുന്ന് ഇത് ചെയ്യാവുന്നതാണ്. ഇനി വിളക്ക് കത്തിക്കുന്ന ശീലമില്ല, അപ്പോൾ അന്യനാട്ടിലായിരിക്കും, അതിനുള്ള സൗകര്യവും കാര്യങ്ങളും കാണുവാൻ സാധ്യതയില്ല. വിളക്കിന് പകരം നിങ്ങൾ മറ്റെന്തെങ്കിലും ഒരു മെഴുകുതിരിയോ അങ്ങനെ എന്തെങ്കിലും ഒരു അഗ്നി സാക്ഷിയാക്കി കൊണ്ടുവേണം ഇത് ചെയ്യാനായിട്ട്. അപ്പോൾ അതിനായിട്ട് നിങ്ങൾ ആദ്യം ആ വെള്ള പേപ്പർ എടുക്കുക. ആ വെള്ള പേപ്പർ എടുത്തിട്ട് നമുക്കൊരു ചെറിയ പൊതിയാനായിട്ടുള്ള വലുപ്പത്തിലുള്ള വെള്ള പേപ്പർ മതി കേട്ടോ. അതാ ഞാൻ ഈ പറഞ്ഞത് ഒരു A4 പേപ്പറോ മറ്റോ കട്ട് ചെയ്ത് എടുക്കുവാൻ പറഞ്ഞത്. അത് എടുത്തതിനു ശേഷം ആ വെള്ള പേപ്പറിന്റെ മധ്യത്തിലായിട്ട് ഞാൻ ഈ പറയുന്ന രീതിയിൽ നിങ്ങൾ എഴുതുക. എന്ന് പറയുമ്പോൾ നീല നിറത്തിലുള്ള പേന ഉപയോഗിച്ച് എഴുതാം, അല്ലെങ്കിൽ പച്ച നിറത്തിലുള്ള പേന ഉപയോഗിച്ച് എഴുതാം. അതായിരിക്കും ഏറ്റവും നല്ലത്. പച്ചമഷി പേന ഒക്കെ ഉണ്ടെങ്കിൽ അതുകൊണ്ട് തന്നെ എഴുതാവുന്നതാണ് ഏറ്റവും നല്ലത്. സമൃദ്ധിയുടെ നിറമാണ് പച്ചമഷി പേന. പച്ചമഷി അല്ലെങ്കിൽ വിഷമിക്കേണ്ട, നീലമഷി പേന ഉപയോഗിച്ചോ ആ പേപ്പറിന്റെ മധ്യത്തിലായിട്ട് ഞാൻ ഈ പറയുന്ന പോലെ എഴുതുക. എങ്ങനെയാണ് എഴുതേണ്ടത്? ഓം വിത്തേശ്വരായ നമഃ. അങ്ങനെയാണ് ഓം വിത്തേശ്വരായ നമഃ എന്ന് ആ പേപ്പറിൽ മധ്യത്തിൽ നടുക്ക് ഭാഗത്ത് നിങ്ങൾ എഴുതുക. എഴുതിയതിനു ശേഷം ആ പേപ്പർ ഓരോന്നായിട്ട് മടക്കി വെക്കുക. നിങ്ങളുടെ കയ്യിൽ എടുക്കുക. വെച്ചിട്ടുണ്ടല്ലോ ആ ഒരു 5 രൂപ നാണയം, ആ നാണയം എടുത്ത് നിങ്ങൾ കത്തിച്ചു വെച്ചിരിക്കുന്ന നിലവിളക്കിനെ അല്ലെങ്കിൽ കത്തിച്ചു വെച്ചിരിക്കുന്ന ആ ദീപം ഉണ്ടാവുമല്ലോ, അല്ലെങ്കിൽ അഗ്നി ഉണ്ടാവുമല്ലോ, ആ അഗ്നിയെ 3 തവണ നിങ്ങൾ ഉഴിയണം. എങ്ങനെ എന്ന് ചോദിച്ചാൽ ആ അഗ്നി മഹാലക്ഷ്മിയായിട്ട് സങ്കല്പിച്ചുകൊണ്ട്, ഇപ്പോ വിളക്ക് കത്തിക്കുന്നവരാണ് എന്നുണ്ടെങ്കിൽ ഒരു പ്രശ്നവുമില്ല, നിലവിളക്കിനെ തന്നെ മഹാലക്ഷ്മിയായിട്ട് സങ്കല്പിച്ചുകൊണ്ട് 3 തവണ അതിനെ ഉഴിയണം. ഒഴിയുമ്പോൾ ഈ മന്ത്രം ജപിച്ചുകൊണ്ട് വേണം ഉഴിയാൻ എന്ന് പറയുന്നത്. ഓം ഹ്രീം ശ്രീം ക്രീം കുബേരായ അഷ്ടലക്ഷ്മി മമ ഗൃഹേ ധനം പുരായ നമ. ഇത് തെറ്റിക്കരുത് കേട്ടോ. ഇതുപോലെ തന്നെ നിങ്ങൾ എഴുതിയേക്കണം. ഞാൻ ഒരിക്കൽ കൂടി പറയാം. ഓം ഹ്രീം ശ്രീം ഹ്രീം കുബേരായ അഷ്ടലക്ഷ്മി മമ ഗൃഹേ ധനം പുരായ നമഃ. ഇത് തെറ്റിക്കരുത് കേട്ടോ. ഇതുപോലെ തന്നെ എഴുതിയെടുത്തോണം. ഞാൻ ഒരിക്കൽ കൂടി പറയാം. ഓം ഹ്രീം ശ്രീം ക്രീം ശ്രീം കുബേരായ അഷ്ടലക്ഷ്മി മമ ഗൃഹേ ധനം പുരായ നമഃ എന്ന് 3 തവണ ചൊല്ലിക്കൊണ്ട് 1 തവണ വലം വെച്ച് അഗ്നിയെ ഒഴിയുക. രണ്ടാമത്തെ ചൊല്ലുമ്പോൾ 2ാമത്തെ വലം വെച്ച് അഗ്നിയെ ഒഴിയുക. 3ാമത്തെ ചൊല്ലുമ്പോൾ 3ാമത് വലം വെച്ച് അഗ്നിയെ ഒഴിയുക. അങ്ങനെ 3 പ്രാവശ്യം ആ കത്തുന്ന എരിയുന്ന അഗ്നിയെ അല്ലെങ്കിൽ വിളക്കിനെ ഈ 5 രൂപ നാണയം ഉപയോഗിച്ച് മന്ത്രം ചൊല്ലി ഒഴിയുക. ഒഴിഞ്ഞു കഴിഞ്ഞാൽ മിണ്ടാതെ ഉരിയാടാതെ ആ നാണയം എടുത്ത് നിങ്ങൾ വെച്ചിരിക്കുന്നില്ലേ, ആ എഴുതി വെച്ചിരിക്കുന്നില്ലേ ആ വെള്ള പേപ്പർ, ആ വെള്ള പേപ്പറിന്റെ മധ്യത്തിലേക്ക് വെക്കുക. വെള്ള പേപ്പറിന്റെ മധ്യത്തിൽ അത് വെച്ച് അതിനെ നല്ലോണം മടക്കി ഒരു വട്ടത്തിൽ അങ്ങ് ചുരുട്ടി അല്ലെങ്കിൽ ഒരു പൊതി പോലെ പൊതിഞ്ഞ് ആ നാണയത്തിനെ എടുത്ത് നിങ്ങളുടെ കടുക് പാത്രത്തിലുണ്ടല്ലോ ആ പാത്രത്തിനകത്ത് കടുക് പാത്രത്തിനുള്ളിൽ കടുക് ഒന്ന് വകഞ്ഞു മാറ്റിയിട്ട് ഏറ്റവും
അടിയിലായിട്ട് വെക്കുക. കടുക് അതിന്റെ മുകളിൽ മുഴുവനായിട്ട് പൂർണ്ണമായിട്ട് ഇടുക. ഈ കടുകും 5 രൂപ നാണയം ഇരിക്കുന്ന ആ പാത്രം അല്ലെങ്കിൽ ആ കുപ്പി അത് കൊണ്ടുപോയി നിങ്ങളുടെ അടുക്കളയിൽ കിഴക്കു ഭാഗത്ത് എവിടെയെങ്കിലും അടുക്കളയ്ക്ക് അകത്ത് കിഴക്കു ഭാഗത്ത് റാക്കുണ്ട് എന്നുണ്ടെങ്കിൽ കിഴക്കു ഭാഗത്തോ അല്ലെങ്കിൽ വടക്കു ഭാഗത്തോ എവിടെയെങ്കിലും ഒരിടത്ത് ഭദ്രമായിട്ട് അഴുക്കൊന്നുമില്ലാത്ത ഒരിടത്ത് ആ ഒരു കടുക് പാത്രം വെച്ചേക്കുക. നിങ്ങൾക്ക് ദിവസവും ഉപയോഗിക്കാം. ആ കടുക് പാത്രത്തിലെ ആ വീട്ടിലെ പാചകത്തിനും കാര്യങ്ങൾക്കൊക്കെ അത് തന്നെ എടുത്ത് ഉപയോഗിക്കാം. ഒരൊറ്റ കാര്യം മാത്രം ശ്രദ്ധിക്കണം. ആ കടുക് വെച്ചിരിക്കുന്ന പാത്രം കാലിയാകുവാൻ പാടില്ല. അവസാനം വറ്റി വടിച്ചു കോരുന്ന രീതിയിൽ കടുക് പാത്രത്തിൽ നിന്ന് പോരാൻ പാടില്ല. ഇത് സാധാരണഗതിയിലും പാടില്ല എന്നുള്ളതാണ്. വീട്ടിൽ ഒരിക്കലും ഈ ക്ഷാമം വരുവാൻ പാടില്ലാത്ത ഒന്നാണ് കടുക് എന്ന് പറയുന്നത്. കടുക് പാത്രം എപ്പോഴും ഒരു അരഭാഗത്തിനു മുകളിൽ എപ്പോഴും നിറച്ച് വെക്കുന്നതായിരിക്കും ഉത്തമം. അപ്പോൾ അത്തരത്തിൽ ഈ കർമ്മം ചെയ്തു നോക്കൂ. നിങ്ങളുടെ എല്ലാ ദോഷങ്ങളും പമ്പ കടക്കും. സമ്പത്ത് വീട് തേടി വരും. എത്ര പാവപ്പെട്ടവനും കോടീശ്വരനായി തീരും എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ എന്തെങ്കിലും സംശയം ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റിലൂടെ അറിയിക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവരും ഓം കുബേരായ നമഃ എന്ന് കമന്റ് ആയിട്ട് അറിയിക്കുക. അത് നിങ്ങൾക്ക് സമ്പത്ത് വരാൻ വേണ്ടി സഹായിക്കും. അപ്പോൾ എല്ലാവരെയും ജഗദീശ്വരൻ അനുഗ്രഹിക്കട്ടെ. എന്റെ സന്ധ്യാപ്രാർത്ഥനയിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുന്നതാണ്. അതിനായിട്ട് നിങ്ങളുടെ ജന്മനക്ഷത്രവും പേരും കമന്റ് ആയിട്ട് അറിയിക്കുക. അപ്പോൾ എല്ലാവരെയും ജഗദീശ്വരൻ അനുഗ്രഹിക്കട്ടെ. ഓം നമഃ ശിവായ.